ഇന്ന് നമ്മളെ റെസിപ്പിയാണ് അഫ്ഗാനി ചിക്കൻ. അഫ്ഗാനി ചിക്കൻ എന്ന് പറഞ്ഞാൽ പലരും പല രൂപത്തിലാണ്. ഇത് നമ്മളതായിട്ടുള്ള റെസിപ്പി, നമ്മളെപ്പോഴും പറഞ്ഞ വീഡിയോ നമ്മളതായ റെസിപ്പി. അതിൽ കുറവുകളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവും. പക്ഷെ ഇത് എൻ്റെതായ റെസിപ്പിയിൽ നമ്മൾ ഉണ്ടാക്കണം. ഉള്ളി, പച്ചമുളക്, അണ്ടി, ഇഞ്ചി, വെളുത്തുള്ളി, ഈ സാധനങ്ങൾ അടങ്ങി ആദ്യം മിക്സ് ചെയ്യുക, ജ്യൂസിൽ അടിക്കാം. നമ്മൾ ഉള്ളി, പച്ചമുളക് എല്ലാം മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടാ സ്പൈസ് നല്ല മണം കണ്ടാക്കി മുളകിന് നല്ല മുളക് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് ഇനി എന്ത് ചെയ്യും? കുറച്ച് തൈര്, ചെറുനാരങ്ങൻ്റെ നീര്, കുറച്ച് ഉപ്പ്, ബ്ലാക്ക് പെപ്പർ, കുറച്ച് വൈറ്റ് പെപ്പർ, കുറച്ച് കസ്തൂരി മേത്തി, ഫ്രഷ് ക്രീം ഇതെല്ലാം പാടെ മിക്സ് ചെയ്യട്ടോ. ഇതെല്ലാം പാടെ മിക്സ് ചെയ്യാം. ഫ്രഷ് ക്രീം ഇട്ടാ, ഫ്രഷ് ക്രീം അല്ല നമ്മളെ ബട്ടർ ചൂടാക്കണ്ട, ചെറിയ പോർഷൻ. അൺസാൾട്ട് ആട്ടാ, സാൾട്ട് അല്ല അൺസാൾട്ട്. നമ്മൾ ബട്ടർ ചൂടാക്കി തീക്കാണ്ട് ഒഴിച്ച. ഓക്കെ, ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒക്കെ റെഡി ആട്ടോ. കഴുകി വെച്ച ചിക്കന് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് ഈ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നല്ലാണ്ട് മിക്സ് ചെയ്യട്ടോ. കുറച്ച് കസ്തൂരി മേത്തി കൂടി ആഡ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് നോക്കട്ടെ. 1.5 മണിക്കൂർ റെസ്റ്റ് ഇല്ല, ഫ്രീസർ കയറ്റല്ലേ. അടുത്തത് അഫ്ഗാനി ചിക്കൻ. അതിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ റെസിപ്പി ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂറായി ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് കാണിച്ചെടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചു, ബട്ടർ മെൽറ്റ് ആക്കിയതല്ലേ. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നും മറിച്ചിങ്ങനെ വറുത്തുകാണ്ട് ഇങ്ങനെ എടുക്കും. വറുത്തെടുക്കാനുള്ള പരിപാടി. ഇത് നമ്മൾ വറ്റിക്കും ചെയ്യും. ലാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ബാക്കി മസാല കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് വറ്റിക്കും. അപ്പം അതിന് മുമ്പായിട്ട് ഒന്നുകൊണ്ട് വറുത്തെടുക്കും. വറുത്തെന്ന് പറഞ്ഞാൽ വേവിച്ചെടുക്കല്ലേ. ഇത് പച്ചക്കോയല്ലേ, ഇത് പൊരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഈ മീറ്റ് തന്നെ ഇരുന്നുകാണ്ട്, ഈ മസാലയ്ക്ക് തന്നെ ഇരുന്നുകാണ്ട് എന്താണ് വേവണം. അപ്പോൾ അതിൻ്റെ അഫ്ഗാനി ചിക്കൻ ആവുള്ളൂ, അല്ലെങ്കിൽ അഫ്ഗാൻ ചിക്കൻ ആവുള്ളൂ. ഇവിടെ ചിക്കന് ഏകദേശം ഒന്നുകൊണ്ട് റെഡിയായി വന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ആ ബാക്കി മസാല അല്ലേ കംപ്ലീറ്റ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ബാലൻസ് വെള്ളമൊക്കെ ചേർത്തിട്ട് നേരത്തെ ആ മസാലയിൽ വെള്ളം ചേർത്തിട്ട് ആ മസാല അടിച്ച പാത്രത്തിൽ നമ്മൾ വെള്ളം ചേർത്ത് ഇത് വറ്റിക്കട്ടോ. കസ്തൂരി മേത്തി കേട്ടോ, കസൂരി മേത്തി അല്ലേ, ഫ്രഷ് ക്രീം, അറിയാം. ബട്ടർ ഓപ്ഷനിലിട്ടാ, ഓപ്ഷനിലാണ്. ആവശ്യമുള്ളവർക്ക് ഇടാം, ആവശ്യമില്ലാത്തവർക്ക് ഒരു സീറ്റിലിട്ടാ. ഓക്കെ, പഞ്ചസാര അതെ ആയിട്ടാ. നമ്മൾ ഉരുളിയിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. ടേസ്റ്റ് എങ്ങനെ? ഫ്ലേവർ എങ്ങനെ? മധുരമാണോ? എന്താണ്? നല്ല ക്രീമി ടേസ്റ്റ്. ടോട്ടലി എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു കഷ്ണം ചിക്കൻ എടുത്ത് ഒരു പൊറോട്ടയുടെ പീസ് കൊടുത്ത് നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ അഫ്ഗാനി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ആ മസാല അതിലിങ്ങനെ എടുത്തിട്ട് കണ്ടില്ലേ, സംഭവം നമ്മുടെ സുഹൃത്ത് ആഷിഖ് പറഞ്ഞ പോലെ തന്നെ കൊള്ളാം, ഒരു വേറിട്ട രുചി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.